പുനലൂർ കലേനാട് പീപ്പിൾസ് ലൈബ്രറി സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ 58ാമത് വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ഈ മാസം 2-ാം തീയതി മുതൽ 24-ാം തീയതി വരെ വിപുലമായ ആഘോഷ പരിപാടികൾക്കാണ് തുടക്കം കുറിച്ചത്. വളരെ പുരാതനമായ കിഴക്കൻ മേഖലയുടെ പ്രത്യേകിച്ച് കലേനാട്, ഗ്രേസിംഗ് ബ്ലോക്ക്, കാരക്കാട് തുടങ്ങിയിട്ടുള്ള 3-4 വാർഡുകളുടെ ഒരു സാംസ്കാരിക കലാ ക്ലബായ ആർട്സ് ക്ലബ് അടക്കമുള്ള പരിപാടികൾ നടത്തി നമ്മുടെ മേഖലയിലെ ഈ കലാ, കായിക, സാമൂഹിക രംഗത്ത് വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു പുരാതനമായ ഒരു ക്ലബ്ബാണ് കലേനാട് പീപ്പിൾസ് ലൈബ്രറി സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ് അഥവാ KPLAC എന്നറിയപ്പെടുന്ന ഈ പ്രസ്ഥാനം. വളരെയേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു ക്ലബ്ബാണ് KPLAC എന്ന് പറയുന്ന ഈ സ്ഥാപനം. ആ സ്ഥാപനത്തിൻ്റെ 57ാമത് വാർഷികമാണ് ഇവിടെ നമ്മൾ നടത്തപ്പെടുവാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 50 വർഷം തികയുന്ന ജൂബിലി ആഘോഷവേളയിൽ ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദനാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അന്ന് മുതൽ തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി വളരെയേറെ മെച്ചപ്പെട്ട പ്രവർത്തനം നടത്തി ഈ ലൈബ്രറിയുടെ ഗ്രേഡ് തന്നെ മാറി A ഗ്രേഡിലേക്കും വരുന്ന നിലയിലേക്കുള്ള പരിപാടികളാണ് നടത്തി പോന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ലൈബ്രറിയുടെ 57ാമത് വാർഷിക ആഘോഷം വിപുലമായ പരിപാടികളോട് നടത്തപ്പെടുന്നതിന് ഇതിൻ്റെ ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഈ ഡിസംബർ മാസം 2-ാം തീയതി ഈ ക്ലബിൻ്റെ രക്ഷാധികാരി കൂടിയായിട്ടുള്ള ശ്രീ KA ലത്തീഫ് പതാക ഉയർത്തിയതോടുകൂടിയാണ് ഇതിന് തുടക്കം കുറിച്ചത്. അന്നേ ദിവസം രാവിലെ മുതൽ നേത്ര ചികിത്സാ ക്യാമ്പ് ജില്ലാതലത്തിലുള്ള മെഡിക്കൽ ടീമിൻ്റെ നേതൃത്വത്തിൽ ഒരു നേത്ര ചികിത്സാ ക്യാമ്പും അതുപോലെ തന്നെ രക്തനിർണയ ക്യാമ്പും അന്ന് നടത്തപ്പെടുകയുണ്ടായി. അതോടുകൂടിയാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ ഞായറാഴ്ച ഇതിൻ്റെ ഭാഗമായിട്ട് ഷട്ടിൽ ടൂർണമെൻറ്റും ഒക്കെ നടത്തണമെന്ന് നിശ്ചയിച്ചത് അല്പം മാറ്റം അതിന് വരുത്തേണ്ടി വന്നു. കാരണം മഴയുടെ ചില കാലാവസ്ഥയുടെയൊക്കെ ഫലമായി ഗ്രൗണ്ട് അനുയോജ്യമായ നിലയിൽ സജ്ജമാക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് അടുത്ത ശനിയും ഞായറുമായി കലേനാട് മുനിസിപ്പൽ ഗ്രൗണ്ടിൽ ഇതിൻ്റെ ഭാഗമായി അഖില കേരള ഷട്ടിൽ ടൂർണമെൻറ്റ് ശനിയും ഞായറും പകൽ സമയത്ത് നടത്തപ്പെടുകയും രാത്രി ശനിയും ഞായറുമായി അഖില കേരള ഫുട്ബോൾ ടൂർണമെൻറ്റ് എന്ന് പറയുമ്പോൾ 7 പേരുടെ ടീമടങ്ങുന്ന ഫുട്ബോൾ 7s ടൂർണമെൻറ്റും നടത്തപ്പെടുന്നതിന് നിശ്ചയിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർന്ന് എല്ലാ ദിവസവും കലാപരിപാടികളും അതുപോലെ തന്നെ കലാമത്സരങ്ങളും വിവിധങ്ങളായിട്ടുള്ള രക്ഷാധികാരി അഡ്വക്കേറ്റ് KA ലത്തീഫ് പതാക ഉയർത്തിയതോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. അക്ഷരനിധികളായ പുസ്തകങ്ങളിലൂടെ അക്ഷരദീപം തെളിയിച്ച് നിരന്തര പരിപാലനങ്ങളിലൂടെ കലാകായിക പ്രതിഭകളെ വാർത്തെടുത്ത് വിജ്ഞാനപ്രദവും ചിന്താനീയവുമായ സൗഹൃദ സദസ്സുകൾ സംഘടിപ്പിച്ച് നാടിൻ്റെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക് നേതൃത്വം നൽകുവാൻ കലേനാട് പീപ്പിൾസ് ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് ഭാരവാഹികൾ പുനലൂർ റൂറൽ പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സാംസ്കാരിക സമ്മേളനം നടത്തുന്നതിനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. സാംസ്കാരിക സമ്മേളനം പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ P. ഉണ്ണികൃഷ്ണൻ, പ്രൊഫസർ ഉണ്ണികൃഷ്ണൻ സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായി നമ്മുടെ ഈ പ്രഭാഷണ രംഗത്ത് നല്ല വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള നമ്മുടെ ഫാദർ പ്രൊഫസർ ഡോക്ടർ വാഴക്കുന്നം, മാത്യൂസ് വാഴക്കുന്നം ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യ പ്രഭാഷണം നടത്തും. വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ അവിടെ അവതരിപ്പിക്കപ്പെടും. തുടർന്ന് അവസാനത്തെ 24-ാം തീയതി പൊതുസമ്മേളനം ബഹുമാന്യനായ നമ്മുടെ MLA PS സുബാൽ ഉദ്ഘാടനം ചെയ്യും. അതിൻ്റെ ഭാഗമായി വിവിധ പ്രൊഫസർ P. കൃഷ്ണൻകുട്ടി, നമ്മുടെ താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള കൃഷ്ണൻകുട്ടി സാർ മുഖ്യ പ്രഭാഷണം നടത്തും. നഗരസഭയുടെ കൗൺസിലർമാർ, സ്റ്റാൻഡിംഗ് ചെയർമാൻമാർ, വൈസ് ചെയർമാൻ തുടങ്ങിയിട്ടുള്ള വ്യക്തികൾ
പിന്നെ പൊതുസമ്മേളനത്തിൽ ആശംസകൾ അറിയിച്ച് സംസാരിക്കും. തുടർന്ന് വൈക്കം മാളവികയുടെ നാടകം, ആ നാടകത്തോടുകൂടി ഈ പരിപാടി സമാപിക്കും. അങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള പരിപാടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നതിന് നമ്മുടെ ഈ ലൈബ്രറിയുടെ ഭരണസമിതി കൂടി ആലോചിച്ചിട്ടുള്ളത്. തുടർന്ന് നമ്മുടെ പ്രദേശത്തെ ജനങ്ങൾക്കും കുട്ടികൾക്കും അത് മാത്രമല്ല മാസം തോറും എല്ലാ മാസവും വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ പ്രദേശത്തെ കുട്ടികളെയും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായി കുട്ടികളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അക്ഷര ശ്ലോക മത്സരങ്ങൾ തുടങ്ങിയിട്ടുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും വായനാ മത്സരം, അതുപോലെ കുട്ടികളെ വായനാശീലം വളർത്തുന്നതിന് വേണ്ടിയുള്ള വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ, വീടുകളിൽ പുസ്തകം എത്തിച്ച് നൽകുന്നതിനുള്ള വീട് സന്ദർശിച്ച് ലൈബ്രറിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തി കൊണ്ടുപോകുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ ഈ ലൈബ്രറിയുടെ പേരിൽ നമ്മൾ തുറന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കുറെ കൂടി വിപുലപ്പെടുത്തി നമ്മുടെ വായനാശീലം കുട്ടികളിൽ സാധ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ പ്രവർത്തനം ഇതിന്റെ ഭാഗമായി നടത്തുന്നതിനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ആ പ്രവർത്തനങ്ങളിൽ നല്ല സഹകരണമാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ നൽകി വരുന്നത്. തുടർന്നും അവരുടെ എല്ലാം പ്രതീക്ഷയായി നമ്മുടെ ഈ പ്രസ്ഥാനത്തെ, ലൈബ്രറിയെ അല്ലെങ്കിൽ ഈ സാംസ്കാരിക സ്ഥാപനത്തെ, കലാരംഗത്ത് ഉള്ള കുട്ടികളെ ഒരുപാട് കുട്ടികളെ ഇതിന്റെ ഭാഗമായി കലാരംഗത്ത് വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ലൈബ്രറി. സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ്, രക്തനിർണയ ക്യാമ്പ് എന്നിവയും സംഘടിപ്പിച്ചിരുന്നു. ഈ വരുന്ന 16-ാം തീയതി ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് കലയനാട് ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കും. തുടർന്ന് രാത്രി 7 മണി മുതൽ ബാഡ്മിന്റൺ ടൂർണമെന്റും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഈ വരുന്ന 22, 23, 24 എന്നീ തീയതികളിലായി കായിക മത്സരങ്ങൾ, കലാമത്സരങ്ങൾ, ഫുഡ് ഫെസ്റ്റ്, കുടുംബ വിപണനമേള, അക്ഷര ശ്ലോക സദസ്സ്, വനിതാ സമ്മേളനം, സാംസ്കാരിക സമ്മേളനം, പൊതുയോഗം, ഗാനമേള, കഥാപ്രസംഗം, നാടകം എന്നിവയും വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. 2-ാം തീയതി മുതൽ ഇതിന്റെ പരിപാടികൾ ആരംഭിച്ചു. രക്ഷാധികാരിയായിരുന്ന അഡ്വക്കേറ്റ് കെ ലത്തീഫ് അവറുകൾ ഇത് ഉദ്ഘാടനം ചെയ്യുകയും അതിനെ തുടർന്ന് അന്ന് മുതൽ ഓരോ പ്രോഗ്രാം തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തുടർന്ന് 16, 17 തീയതികളിൽ രാവിലെ 9 മണി മുതൽ അഖില കേരള സെവൻസ് മത്സരം ലൈബ്രറിയുടെ ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെടുന്നുണ്ട്. കൂടാതെ അന്ന് വൈകുന്നേരം ബാഡ്മിന്റൺ ടൂർണമെന്റ് നമ്മൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ 22-ാം തീയതി വൈകിട്ട് 6 മണി മുതൽ ക്രിസ്മസ് കരോൾ ഗാന മത്സരവും, തുടർന്ന് ഉള്ള അടുത്ത ദിവസം വിവിധ കാര്യങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള പ്രതിഭകളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി ഇതിനോടൊപ്പം സംഘടിപ്പിച്ചിട്ടുണ്ട്. തുടർന്ന് നേരത്തെ പ്രസിഡന്റ് പറഞ്ഞതായ എല്ലാ പ്രോഗ്രാമുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക്സ്. 22-ാം തീയതി വൈകിട്ട് 5 മണി മുതൽ ക്രിസ്മസ് കരോൾ ഗാന മത്സരം സംഘടിപ്പിക്കും. ലൈബ്രറി പ്രസിഡന്റ് എസ് രാജേന്ദ്രൻ നായർ, സെക്രട്ടറി അഡ്വക്കേറ്റ് ജോൺ തോമസ് കാരക്കാട്, രക്ഷാധികാരി അഡ്വക്കേറ്റ് കെ എ ലത്തീഫ്, കൺവീനർ MP സുരാജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. റിപ്പോർട്ടർ സുരാജ്, പുനലൂർ. പുനലൂരിന്റെ പൊൻതിളക്കം അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം. പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും. എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്. അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ഫോൺ 0475 291 2916 8129 69916.